അവരുണ്ടാക്കുന്നത് ശരിയാവുന്നുണ്ട്, ഇവരുണ്ടാക്കുന്നത് ശരിയാവുന്നുണ്ട്, ചായക്കടയിൽ അടിപൊളിയാണ്, ഇങ്ങനത്തെ പരാതികളൊക്കെ ഇതുപോലെ അങ്ങ് റെഡിയാക്കിയാൽ തീരാനുള്ളതേ ഉള്ളൂന്ന്. അപ്പൊ ഞാനിവിടെ 1 കപ്പ് മൈദയിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുത്ത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് ഈസ്റ്റും ആഡ് ചെയ്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. നേരിയ ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറച്ചായിട്ട് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്കിവിടെ 1 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്ന വെള്ളത്തിന്റെ ചൂട് ഒട്ടും കൂടി പോകരുത്, അങ്ങനെ ആകുമ്പോൾ മാവ് സെറ്റായിട്ട് വരൂല. ഇനി ഈ മാവ് ഒരു 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് പൊങ്ങി നല്ല റെഡി ആയിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നല്ലോണം അങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിന്റെ കൺസിസ്റ്റൻസി. എന്നിട്ട് ഇനി ഒരു പഴം നീളത്തിൽ 3ആയിട്ട് മുറിച്ചതിൽ ഓരോന്നായിട്ട് മാവിൽ മുക്കിയിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ പഴം ഇടുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂടുണ്ടാവണം കേട്ടോ. കണ്ടോ, പഴം നല്ല വീർത്തുരുണ്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ചിട്ട് ഒരു 6-7 പഴത്തോളം പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള ടെൻഷനൊക്കെ എല്ലാവരും മാറിയില്ലേ? എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യണേ.